എന്റെ പ്രിയമുള്ളവരെ, ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യനുമൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ നമസ്കാരത്തിന്റെ അവസ്ഥകളെ കുറിച്ച് എന്തേ ചിന്തിക്കാത്തത്? നമ്മൾ നിസ്കരിക്കുന്നത് കാണുമ്പോ ശൈത്താന് പോലും വല്ലാത്ത ചുരിയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ, സ്വർഗത്തിൽ പോകാൻ ഒരുപാട് അമല് വേണ്ടടാ. അള്ളാന്റെ സ്വർഗം നിനക്ക് വേണോ? ഒരുപാട് സൽക്കർമ്മമൊന്നും വേണ്ട, രണ്ട് റക്അത്ത് മതിയടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഒരു മനുഷ്യര് ഒരൊറ്റ വഖ്ത് മതി നിനക്ക് സ്വർഗത്തിൽ പോകാ. ഏതെങ്കിലും ഒരു മനുഷ്യന് അല്ലാഹുവേ ഒരു വഖ്ത് നമസ്കരിച്ചു കഴിയുമ്പോ, അതാ നാളത്തെ സുബഹി നിങ്ങളാരെങ്കിലും നല്ല നിലയിൽ നമസ്കരിച്ചു കഴിഞ്ഞാ അല്ലാ നിന്റെ പേര് സ്വർഗത്തിന്റെ മുന്നിൽ എഴുതി വെക്കുകയാ. നരകത്തിന്റെ ലിസ്റ്റിൽ നിന്ന് നിന്റെ പേരങ്ങ് മാച്ചു കളയുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഉമ്മ പ്രസവിച്ചതുപോലെ മാറുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നമസ്കരിക്കുന്ന സമയത്ത് അതാ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നമസ്കരിക്കുന്നതിന് വേണ്ടി ഒരു മനുഷ്യനെ കൈകെട്ടുമ്പോ ഇടതുഭാഗത്തൊരു ശൈത്താൻ നിൽക്കുകയാണ്, വലതുഭാഗത്തു മലക്ക് നിൽക്കുകയാണ്. നമസ്കരിക്കാൻ കൈകെട്ടി കഴിയുമ്പോ മറന്നുപോയ പഴയ കാര്യങ്ങൾ മുഴുവനും ശൈത്താൻ നമ്മളോട് ചെവിയിൽ പറഞ്ഞു തരികയാ. അതുകൊണ്ടാ നമസ്കരിക്കാൻ കൈകെട്ടുമ്പോ മറന്നുപോയ കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരുന്നത്, പഴയ കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. കാരണം ശൈത്താൻ അടുത്ത് നിന്ന് പറയുകയാ. ആ സമയത്ത് വലതുഭാഗത്ത് നിൽക്കുന്ന മലക്ക് പറയുന്നു, മനുഷ്യ എവിടെയാ നിൽക്കുന്നതെന്നറിയോ? എടാ, അല്ലാഹുവിന്റെ മുന്നിലാ നീ നിൽക്കുന്നത്. അവൻ പറയുന്നത് നീ കേൾക്കല്ലേ? പടച്ചവനെ, മലക്കിങ്ങനെ പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ റുകൂഉം സുജൂദുമൊക്കെ എന്തൊരു ധൃതിയാണെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സുജൂദിനെ ദീർഘിപ്പിക്കണം പൊന്നുമോര്. പെട്ടെന്ന് കാക്ക കൊത്തുന്നത് പോലെ തൊട്ടികെട്ടി എഴുന്നേറ്റ് ഓടല്ലേടാ ചെറുപ്പക്കാരാ. മോനെ, സുജൂദിൽ ഒരുപാട് സമയം കിടക്കണം, കാരണം എന്തെന്നറിയോ? അല്ലാഹുവേ, സദാ നമ്മൾ ചെയ്ത പാപങ്ങൾ മുഴുവനും നമ്മുടെ തലയുടെ മുകളിലേക്ക് കടന്നു വരികയാ. സുജൂദ് ചെയ്യുമ്പോ അല്ലാഹുവേ, പാപങ്ങൾ മുഴുവനും തലയുടെ മുകളിൽ വന്നിരിക്കുകയാണ്. റബ്ബേ, ഉണക്കമരത്തിൽ നിന്ന് ഇല പൊഴിയുന്നത് പോലെ സുജൂദിൽ കിടക്കുമ്പോ നമ്മൾ ചെയ്ത പാപങ്ങൾ പൊടിഞ്ഞു വീഴുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, സുജൂദിന്റെ സമയത്ത് ശരീരത്തില് അവയവങ്ങൾ മുഴുവനും താഴെ നല്ലതുപോലെ വെക്കണമെന്നാ. അല്ലാഹുവേ, നിന്റെ നെറ്റിത്തടമുണ്ടല്ലോ, നിന്റെ മൂക്കുണ്ടല്ലോ, നിന്റെ 2 കൈപ്പത്തികളുണ്ടല്ലോ, നിന്റെ 2 കാൽമുട്ടുകളുണ്ടല്ലോ, നിന്റെ കാലിന്റെ വിരലുകളുണ്ടല്ലോ, ഇതെല്ലാം ഭൂമിയിൽ ഇങ്ങനെ സുജൂദ് ചെയ്യണമെന്നാണ്. ആ സമയത്ത് ഈ അവയവങ്ങളിൽ ഏതെങ്കിലും ഒരു അവയവം നീ തൊടാതെ ഇരുന്നാ ആ ഒരു അവയവം നിന്നെ ശപിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പടച്ചവരെ, നീ സുജൂദിൽ അതാ സുജൂദ് ചെയ്യുന്ന സമയത്ത് നിന്റെ മൂക്ക് സുജൂദ് ചെയ്തില്ലെങ്കിൽ, നീ സുജൂദ് ചെയ്യുന്ന സമയത്ത് നിന്റെ മൂക്ക് ഭൂമിയിൽ വെച്ചില്ലെങ്കിൽ മൂക്ക് ശപിക്കുകയാ. അല്ലാഹ്, പടച്ചവനെ, ഇവനെ വെറുതെ വിടല്ലേ അല്ലാ. പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് നമസ്കരിച്ച് കഴിയുമ്പോ, സലാം വീട്ടി കഴിയുമ്പോ മലക്ക് കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, വഅബ്ശിറൂ, അവിടുന്ന് നിനക്ക് സന്തോഷ വാർത്ത പറയുകയാ. ഭാഗ്യവാനാണോ, അല്ലാഹുവിന്റെ തൃപ്തി കിട്ടിയവരോ, നീ സ്വർഗത്തിന്റെ അവകാശിയോ, നിന്റെ പേര് സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുന്നിലുണ്ട്. അല്ലാഹുവേ, നമസ്കരിക്കുന്ന സമയത്ത് ഭയഭക്തിയോടുകൂടി നിസ്കരിച്ച മനുഷ്യനോട് മലക്ക് പറയുകയാ, ശൈത്താനെ പിൻപറ്റിയ വാപ്പാ,
മലക്ക് പറയുന്നു, എടാ വൃത്തികെട്ടവര്, എടാ നഷ്ടവാളി, അല്ലാഹു തന്ന അവസരം നീ പാഴാക്കി കളഞ്ഞല്ലോ. നീ നരകവാസിയാടാ, നിന്റെ പേര് നരകത്തിന്റെ മുന്നിൽ എഴുതിയടോ എന്ന് മലക്ക് പറയുമെന്ന് പ്രവാചകൻ പറയുമ്പോ